ബ്രസീലിന് ഇനി വരാൻ പോകുന്ന മാസം, അതായത് സെപ്റ്റംബർ 5-ന് ചിലിക്കെതിരെയും സെപ്റ്റംബർ 10-ന് ബൊളീവിയക്കെതിരെയും വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സിൽ മാച്ച് ഉണ്ട്. ഈ ഒരു മാച്ചിന്റെ അല്ലെങ്കിൽ ഈ ഒരു സ്ക്വാഡിൽ ഇനി വരാൻ പോകുന്ന കാർലോ ആൻസലോട്ടിയുടെ ആ ഒരു ബ്രസീലിയൻ സ്ക്വാഡിൽ നെയ്മർ ഉണ്ടാവുമോ? അത് ഭയങ്കരമായിട്ട് ചർച്ചയാവുന്ന ഒരു വിഷയം തന്നെയാണ്. കഴിഞ്ഞ പ്രാവശ്യം നല്ലപോലെ ചർച്ചയായി. നമുക്ക് ഫൈനലി അതിന്റെ റിസൾട്ട് കിട്ടി. നെയ്മർ ഇല്ലായിരുന്നു കഴിഞ്ഞതിൽ. പക്ഷേ കാർലോ ആൻസലോട്ടി നെയ്മർ ഇല്ലാതെ ആ ഒരു ബ്രസീലിയൻ സ്ക്വാഡിനെ ഭയങ്കര നല്ല രീതിയിൽ തന്നെ അദ്ദേഹം ഡീൽ ചെയ്തു. ഓക്കെ, പക്ഷേ ഇനി വരാൻ പോകുന്ന കോളപ്പിൽ നെയ്മർ ഉണ്ടാകുമോ എന്നുള്ള ചോദ്യം ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ കാർലോ ആൻസലോട്ടിയുടെ പല റെപ്രസെന്റേറ്റീവ്സും അല്ലെങ്കിൽ ബ്രസീലിന്റെ പല റെപ്രസെന്റേറ്റീവ്സും സാന്റോസിന്റെ മാച്ചസ് കാണാൻ വേണ്ടി വരാറുണ്ട് എന്നുള്ള രീതിയിലാണ്. അതായത് നെയ്മറിന്റെ പെർഫോമൻസ് കാണാൻ വേണ്ടി സാന്റോസിന്റെ കളി കാണാറുണ്ട് ഓക്കെ എന്നുള്ള രീതിയിൽ വരുന്നുണ്ട്. അപ്പോൾ അടുത്ത ബ്രസീലിയൻ സ്ക്വാഡ് അല്ലെങ്കിൽ ബ്രസീലിയൻ കോളപ്പിൽ നെയ്മറെ കൺസിഡർ ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് ആ ഒരു ടോക്ക് വരുന്നത്. ഓക്കെ, ഓഫ് കോഴ്സ് നെയ്മറെ കൺസിഡർ ചെയ്യും. അദ്ദേഹം 100% ഫിറ്റാണ്. നെയ്മറെ കൺസിഡർ ചെയ്തേ പറ്റൂ. കാരണം ബട്ട് സ്റ്റിൽ നെയ്മറിന് ബ്രസീലിയൻ ടീമിൽ നല്ല പോലെ ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതാണ് ട്രൂത്ത്. ഓക്കെ, സ്റ്റിൽ ഇപ്പോഴും പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുന്നുണ്ടെങ്കിൽ റൊമാരിയോ, ബ്രസീലിയൻ ലെജൻഡ് ആയിട്ടുള്ള റൊമാരിയോ ഒക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. 2022 വേൾഡ് കപ്പിൽ ലയണൽ മെസ്സിയെ ഉപയോഗിച്ച് അവരെങ്ങനെ വേൾഡ് കപ്പ് നേടിയോ, അർജന്റീന ലയണൽ മെസ്സിയെ ഉപയോഗിച്ച് അദ്ദേഹത്തെ വെച്ചൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കി എങ്ങനെ അവർ 2022 വേൾഡ് കപ്പ് നേടിയോ അതുപോലെ നെയ്മറെ വെച്ച് ബ്രസീൽ ഒരു പ്ലാന് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ബ്രസീലിന് 2026 വേൾഡ് കപ്പ് ഓഫ് കോഴ്സ് അവർക്ക് നേടാം എന്നുള്ള രീതിയിലാണ് റൊമാരിയോ, ബ്രസീലിയൻ ലെജൻഡ്, പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ബ്രസീലിൽ അത്രയും വലിയൊരു ലെജൻഡ് ഒരിക്കലും വെറുതെ പറയില്ലല്ലോ. ഓഫ് കോഴ്സ് അങ്ങനെ പറയില്ല. കാരണം നെയ്മർ 100% ഫിറ്റ് ആണ്. സ്റ്റിൽ ഇപ്പോഴും അദ്ദേഹത്തിന് ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ എന്താ പറയുക, ബ്രസീലിയൻ നാഷണൽ ടീമിന് ഭയങ്കരമായിട്ട് മോശം സമയത്തിലൂടെയാണ് ആ ഒരു 2022 വേൾഡ് കപ്പ് കഴിഞ്ഞതോടുകൂടി നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം മതി. 2022 വേൾഡ് കപ്പ് കഴിഞ്ഞ് ടിറ്റെ അവിടുന്ന് പടിയിറങ്ങി. അതായത് ആ ഒരു ക്രൊയേഷ്യനോട് പരാജയപ്പെട്ട് ടിറ്റെ അവിടുന്ന് ഇറങ്ങി. പിന്നെ അതിനുശേഷം ബ്രസീലിയൻ കോച്ചുമാർ 2-3 ആൾക്കാർ വന്നു. പക്ഷെ അവർക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പല ഹ്യൂമിലിയേഷൻസ് നേരിടേണ്ടി വന്നു. എസ്പെഷ്യലി അർജന്റീനക്കെതിരേക്ക് ആ ഒരു 4-1 എന്നുള്ള സ്കോറിനൊക്കെ ഹ്യൂമിലിയേഷൻ നേരിടേണ്ടി വന്നു. അങ്ങനെയൊക്കെ ആയ സമയത്ത് ബ്രസീലിയൻ നാഷണൽ ടീം നാണം കെട്ട് നിൽക്കായിരുന്നു. അവരാണെങ്കിൽ കുറെ കാലങ്ങളായിട്ട് കാർലോ ആൻസലോട്ടിയെ ബ്രസീലിന്റെ ഹെഡ് കോച്ചായിട്ട് സൈൻ ചെയ്യാൻ വേണ്ടി നല്ലപോലെ നോക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, ഇപ്പോൾ കാർലോ ആൻസലോട്ടി എന്തിനു കൊണ്ടുവന്നു എന്നുള്ള രീതിയിലൊക്കെ ചോദ്യങ്ങളുണ്ട്. കാരണം കാർലോ ആൻസലോട്ടി ഒരു ഇറ്റാലിയൻ പ്ലെയർ ആണ്. അദ്ദേഹം ഇറ്റലിയിൽ ഉണ്ടാക്കാതെ പിന്നെ എന്തിനാണ് ഈ ബ്രസീലിൽ അദ്ദേഹത്തെ കൊണ്ടുവന്നത് എന്നുള്ള രീതിയിലൊക്കെ ചോദ്യങ്ങളൊക്കെ വന്നിരുന്നു. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നിരുന്നു. ഇത് ഫുട്ബോൾ ഫോളോ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ആ ഒരു ബ്രസീലിയൻ ഫുട്ബോൾ ഫെഡറേഷന് കാർലോ ആൻസലോട്ടിയിൽ ഭയങ്കരമായിട്ടുള്ള വിശ്വാസമുണ്ട്. അത് എന്താണെന്ന് അറിയോ, കാർലോ ആൻസലോട്ടിയുടെ നോക്കൌട്ട് മാച്ചസിലെ റിസൾട്ടുകളെല്ലാം അൺബിലീവബിളാണ്. ഓക്കെ, പല കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള മാച്ചസിലെയും റിസൾട്ടുകൾ അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു വിന്നിങ് പെർസെൻറ്റേജ് ഒക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അൺബിലീവബിൾ. അത്രയും എന്താ പറയുക കാപ്പബിലിറ്റി ഉള്ള സ്പോട്ട് ഓൺ ഡിസിഷൻസ്, അല്ലെങ്കിൽ പല സമയത്തും സബ്സ്റ്റിറ്റ്യൂഷനിലായിക്കോട്ടെ ടാക്ടിക്സിലായിക്കോട്ടെ സ്പോട്ട് ഓൺ ഡിസിഷൻസിലും പല ഇമ്പാക്റ്റ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്ന ഒരാളാണ് ആൻസലോട്ടി. അപ്പോൾ ആ ഒരു ആൻസലോട്ടിയെ ബ്രസീലിന്റെ ഹെഡ് കോച്ചായിട്ട് കൊണ്ടുവന്നു. കുറേ കോൺട്രവേഴ്സീസ് അതിൻ്റെ ഇടയിൽ കുറേയൊക്കെ നടന്നിട്ടുണ്ട്. നമുക്കറിയാം ബ്രസീലിന്റെ പ്രസിഡന്റ് കാർലോ ആൻസലോട്ടിയെ സൈൻ ചെയ്യുന്നു. അദ്ദേഹത്തിന് എന്തോ അലിഗേഷൻസ് വന്ന് റിസൈൻ ചെയ്തു പോകുന്നു. അങ്ങനത്തെ കുറേ കോൺട്രവേഴ്സി ഒക്കെ വന്നിട്ടുണ്ട്. ഫോളോ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ കാർലോ ആൻസലോട്ടിയെ സൈൻ ചെയ്തു. ഇനി നെയ്മറും കൂടെ ടീമിലോട്ട് വന്ന് കഴിഞ്ഞാൽ ബ്രസീലിയൻ ഫുട്ബോൾ ടീമിനെ ഒരു എന്താ പറയാ ബ്രഹ്മാണ്ഡ ടീമാക്കി മാറ്റാൻ കഴിയും എന്നുള്ള ആ ഒരു പ്രതീക്ഷയിലാണ് ആ ഒരു 2026 വേൾഡ് കപ്പ് നേടാനുള്ള രീതിയിലുള്ള ഒരു ടീമാക്കി മാറ്റും എന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാവരും ഭയങ്കരമായിട്ട് നിൽക്കുന്നത്. കാരണം നെയ്മറും കൂടി വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു മാസ്റ്റർ പ്ലാൻ കൊണ്ടുവരികയാണ് എന്നുണ്ടെങ്കിൽ ഓക്കെ, അത് ബ്രസീലാണ്. ബ്രസീൽ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു മോശം സമയത്തിലൂടെ പോയെങ്കിലും അവസാനമായിട്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അർജന്റീനയായിട്ട് അവസാനമായിട്ട് ജയിച്ചത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2019 ഓക്കെ, ആ ഒരു കോപ്പ അമേരിക്ക സെമി ഫൈനൽ 2-0 എന്നുള്ള സ്കോറിന്റെ വിജയത്തിന് ശേഷം പിന്നെ അർജന്റീനയുമായിട്ട് വിജയിച്ചിട്ടേ ഇല്ല. പിന്നെ ആ ഒരു ടിറ്റേന്റെ കാലഘട്ടത്തിലൊക്കെ സമനിലയായി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കണ്ടത് ലയണൽ സ്കാലോണിയുടെ അർജന്റീന ബ്രസീലിനെ ഇല്ലാതാക്കി വിടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പൊ അങ്ങനത്തെ ഒരു എൽ ക്ലാസിക്കോ, അതായത് നാഷണൽ ടീമിലെ വൺ ഓഫ് ദി മെയിൻ റൈവലറി ആയിട്ടുള്ള അർജന്റീനയായിട്ട് ജയിച്ചിട്ട് 6 കൊല്ലമായി. ഓക്കെ, അതൊരു യാഥാർത്ഥ്യമാണ്, നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി വന്ന് കാർലോ ആൻസലോട്ടി ഈ ടീമിനെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആൻസലോട്ടി എങ്ങനെയായിരിക്കും നെയ്മർക്ക് ഈ ഒരു ടീമിൽ റോള് കൊടുക്കുക എന്നുള്ളത് ഭയങ്കരമായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചർച്ചയാണ്. ഇപ്പോൾ ടിറ്റയുടെ ഒക്കെ ആ ഒരു 2022 വേൾഡ് കപ്പ് വരെ നെയ്മറെ ടിറ്റ യൂസ് ചെയ്തത് ഒരു പ്ലേ മേക്കർ റോളാണ്. കാരണം ബ്രസീൽ എന്ന് പറയുന്നത് ടാലന്റുകളുടെ എന്താ പറയാ കുറേ വണ്ടർ കിഡ്സ് ഉണ്ട്. പക്ഷെ ഇവരാരും ക്ലബ്ബിൽ പെർഫോം ചെയ്യുന്നത് പോലെ നാഷണൽ ടീമിൽ പെർഫോം ചെയ്യുന്നില്ല. അർജന്റീന നമുക്ക് എടുക്കാം. അർജന്റീനയാണെന്നുണ്ടെങ്കിൽ അവന്മാർ നാഷണൽ ടീമിൽ നല്ലപോലെ പെർഫോം ചെയ്യുന്നുണ്ട്. പക്ഷെ ക്ലബ്ബിൽ ഒരു ആവറേജ് രീതിയിൽ പെർഫോമൻസാണ്.
ഇവിടെ നേരെ തിരിച്ചാ ബ്രസീലിൽ ക്ലബ്ബിൽ നല്ലപോലെ പെർഫോം ചെയ്യുന്നുണ്ട്, പക്ഷെ നാഷണൽ ടീമിൽ വരുമ്പോൾ എല്ലാവരും അത്ര നല്ല പെർഫോമൻസ് ഒന്നും അല്ല പുറത്തെടുക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വിനീഷ്യസ് ജൂനിയറിനെ പറയുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എസ്തവാവോ മറ്റേ ബ്രസീലിയൻ മണ്ടർക്കെട്ട്, പക്ഷെ അദ്ദേഹം തുടങ്ങിയിട്ടേ ഉള്ളൂ. പിന്നെ വേറെ പല പ്ലേയേഴ്സും ഉണ്ട്. മാത്യൂസ് കുഞ്ഞൊക്കെ മറ്റേ വോൾസ് എഫ് സിയിലൊക്കെ എജാതി കളിയാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ കളിച്ചത് കഴിഞ്ഞ സീസണിൽ. ഇപ്പോൾ അദ്ദേഹം കഴിഞ്ഞ സീസണിലാണ് അത്യാവശ്യം നല്ല ഫോമിൽ കളിച്ചത്. ഇപ്പോൾ കഴിഞ്ഞ ബ്രസീലിയൻ മാച്ചിലേക്ക് ഒരു ഗോളൊക്കെ അദ്ദേഹം സ്കോർ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും നമ്മളെ പ്രതീക്ഷിച്ച കളിയൊന്നും അല്ല ബ്രസീലിയൻ ടീമിന് പലപ്പോഴും കിട്ടാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും ടാലന്റുകൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഇങ്ങനെ ഇത്രയധികം ഹ്യൂമിലിയേഷൻ നേരിടുന്നു എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിന്റെ ഒരു മെയിൻ ഇമ്പാക്ട് എന്താ പറയുക, മെയിൻ റീസൺ എന്ന് പറയുന്നത് നെയ്മർ ഇല്ല എന്നുള്ളത്. അവർക്കൊരു മിഡ്ഫീൽഡിൽ പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യാൻ ഒരാളില്ല. ബ്രസീലിൽ മിഡ്ഫീൽഡിൽ കുറച്ച് കാലങ്ങളായിട്ട് ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒരു സ്ട്രൈക്കറേയും പ്രശ്നമായിരുന്നു, പക്ഷേ സ്ട്രൈക്കറെ ചിറ്റ എങ്ങനെയൊക്കെ ഹാൻഡിൽ ചെയ്തു, സ്ട്രൈക്കർ എങ്ങനെയെങ്കിലൊക്കെ ഹാൻഡിൽ ചെയ്യാം. പക്ഷേ മിഡ്ഫീൽഡിലുള്ള ആ ഒരു കൺട്രോൾ, മിഡ്ഫീൽഡാണ് ആ ഒരു ടീമിന്റെ എന്താ പറയാ ഒരു എന്താ പറയാ അത്താണി എന്നൊക്കെ പറയില്ലേ. അപ്പോൾ PSG ഒക്കെ നമ്മൾ കണ്ടു, വിറ്റീനിയും ഫാബിയൻ റൂയിസും ഹാവനവാസൊക്കെ ആ ഒരു മിഡ്ഫീൽഡ് കൺട്രോൾ ചെയ്യുമ്പോൾ PSG ടീമിന് നല്ലപോലെ ഇമ്പാക്ട് ഉണ്ടാവും. അതുപോലെ ആ ഒരു മിഡ്ഫീൽഡിൽ പ്രോപ്പറായിട്ട് ബ്രസീലിന് ഒരു ടീം പ്ലേ നടക്കാത്തത് കൊണ്ട് തന്നെ നെയ്മറെ പലപ്പോഴും മിസ് ചെയ്യാറുണ്ടായിരുന്നു. ആ ഒരു നെയ്മർ ഇനി ബ്രസീലിയൻ ടീമിലോട്ട് വരാൻ എന്താണ് അടുത്ത സ്ക്വാഡിൽ ചാൻസ് ഉണ്ട്, നല്ലൊരു ചാൻസ്. കാരണം ഈ നെയ്മർ എന്ന് പറയുന്നത് 100% ഫിറ്റാണ്. അദ്ദേഹത്തിന്റെ ഫിറ്റ്നസ് കണ്ടിട്ട് സാന്റോസ് എഫ് സിയിലുള്ള ആൾക്കാർ വരെ എന്താണ് ആശ്ചര്യത്തോടു കൂടി നോക്കിക്കുക. കാരണം നെയ്മറിന് കുറെ സർജറീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഫിറ്റ്നസ് അദ്ദേഹം വീണ്ടും പ്രൈം ടൈമിലോട്ട് വരുമോ എന്നുള്ള കാര്യത്തിലൊക്കെ ഭയങ്കരമായിട്ട് സംശയം ഉണ്ടായിരുന്നു. പക്ഷെ നെയ്മറെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നത് വേണം. ഒരു മനുഷ്യന് എത്രയധികം ഇഞ്ചുറികളാണ് വരുന്നത് അദ്ദേഹത്തിന്റെ കരിയറിൽ. അദ്ദേഹം കരിയർ നിർത്തിപ്പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഇഞ്ചുറികളാണ് പല സമയത്ത് നെയ്മർ ജൂനിയറിനൊക്കെ വന്നിട്ടുള്ളത്. ഇപ്പൊ ലാസ്റ്റ് വന്ന ഒരു നീ ഇഞ്ചുറി ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു റൂഗയ്ക്കെതിരെ, പക്ഷെ അവിടെ നിന്നൊക്കെ തിരിച്ചു വന്നു. ആ ഒരു മനുഷ്യനെ നമ്മൾ നെയ്മറെ റെസ്പെക്ട് ചെയ്തേ പറ്റൂ. ടു ബി ഫ്രാങ്ക് പറയാലോ, അദ്ദേഹത്തെ റെസ്പെക്ട് ചെയ്തേ പറ്റൂ. അദ്ദേഹം 2026 വേൾഡ് കപ്പ് ഡിസേർവ് ചെയ്യുന്ന ഒരാളാണെന്ന് ഞാൻ പറയുള്ളൂ. അടുത്ത ബ്രസീലിയൻ കോളപ്പിന് നെയ്മർ എന്തായാലും ഡിസേർവ് ചെയ്യും. നെയ്മറെ ഇപ്പോൾ സാന്റോസിലുള്ള ടീംമേറ്റ്സ് ആയാലും ബ്രസീലിൽ നിന്നുള്ള മറ്റു ടീമുകളായാലും സാന്റോസിന്റെ മാനേജ്മെന്റ് ആയാലും എല്ലാവരും അദ്ദേഹത്തെ നല്ലപോലെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ അദ്ദേഹത്തെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് പുറത്തേക്ക് വരുന്ന വാർത്തകൾക്ക് അനുസരിച്ച് അദ്ദേഹത്തെ അതായത് അടുത്ത വേൾഡ് കപ്പിന് കളിക്കാൻ പാകത്തിനുള്ള രീതിയിൽ അദ്ദേഹത്തെ പ്രോപ്പറായിട്ട് സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ കൊണ്ടെടുക്കുകയാണ് സാന്റോസ് ടീമും സാന്റോസിന്റെ ടീംമേറ്റ്സും മറ്റുള്ള ടീമുകളൊക്കെ എന്നാണ് പുറത്തേക്ക് വരുന്ന വാർത്തകൾ. എന്തായാലും നെയ്മർ ജൂനിയർ അടുത്ത കോളപ്പിൽ വരട്ടെ. കാർലോ ആൻസലോട്ടിയുടെ അണ്ടറിൽ ബ്രസീലിയൻ ആ ഒരു പ്ലേ മേക്കറുള്ള അദ്ദേഹം വരട്ടെ. ബ്രസീലിന് കൂടുതൽ ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ കഴിയട്ടെ. ബ്രസീലിന് സെപ്റ്റംബർ 5 തീയതി സെപ്റ്റംബർ 5 തീയതി ചിലിക്കെതിരെയും 10 തീയതി ബൊളീവിയക്കെതിരെ മറ്റേ ലാപ്പാസിലൊക്കെയാണ് കളിയുള്ളത്. ഹൈ ആൾട്ടിറ്റ്യൂഡ് ആ കളിയാണ് അത്. ലാപ്പാസ് മറ്റേ ബൊളീവിയയുടെ ഹോം മാച്ച് അറിയുന്നവർക്ക് അറിയാൻ പറ്റും. സോ ബ്രസീലിന്റെ ആ ഒരു നെയ്മർ ജൂനിയർ, കാർലോ ആൻസലോട്ടിയുടെ അണ്ടറിലുള്ള നെയ്മർ ജൂനിയറിനെ നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് നോക്കാം എന്തായാലും. സോ താങ്ക് യു സോ മച്ച്.